നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കങ്ങൾ പൂർണ്ണം. ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യത്തലവന്മാർ ഡൽഹിയിലേക്ക്. മന്ത്രിസ്ഥാന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. സ്പീക്കർ സ്ഥാനമെന്ന ആവശ്യത്തിൽ നിന്ന് TDP പിന്നോട്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായേക്കും. പ്രമേയം പാസാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി. പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു. സ്വേച്ഛാധിപത്യ ഭരണത്തിന് ജനം മറുപടി നൽകിയതായി ഖർഗെ. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ പ്രതികരണത്തിനില്ലെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ്. പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഒരു പ്രതികരണത്തിനും ഇല്ല. പരാമർശത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. എന്നത് നമ്മൾ തിരിച്ചറിയാം. വാക്കുകൾ സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുമ്പോൾ വാക്കുകൾ കുറച്ചുകൂടെ കരുതലോടെ കൂടി പറയുന്നതായിരിക്കും അഭികാമ്യം. തൃശൂരിലെ അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ലെന്ന് കെ മുരളീധരൻ. ദുഃഖങ്ങൾ മറന്ന് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കണം. തൃശൂരിലേക്ക് പോകേണ്ടിയിരുന്നില്ല. അതില് തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. നേതാക്കൾക്കെതിരെ ഇന്നും പോസ്റ്റർ. രാജ്യസഭാ സീറ്റിൽ ധാരണയാകാതെ LDF. സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച CPI. വിട്ടുവീഴ്ച ചെയ്യണമെന്ന് CPM. ഉറച്ച ജോസ് കെ മാണി. രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ, അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ല. തീരുമാനം തിങ്കളാഴ്ച. ആലപ്പുഴ തോൽവിയിൽ CPM-ൽ വിവാദം പുകയുന്നു. ഈഴവ വോട്ടുകൾ ചോർന്നത് പരിഹരിക്കണമെന്ന ആവശ്യം. ഇടതുപക്ഷം ആലപ്പുഴയിൽ തോൽക്കാൻ പാടില്ലായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി. യോഗ്യത ഉള്ളവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിച്ചില്ല. മുസ്ലിം പ്രീണനം കൂടിപ്പോയെന്നും വെള്ളാപ്പള്ളി. ഞാൻ അടിച്ച് ഞാൻ കൊല്ലും. കണ്ടു രസിക്ക്. ആലപ്പുഴ മാന്നാറിൽ പിഞ്ചുകുഞ്ഞിന് അമ്മയുടെ ക്രൂരമർദ്ദനം. അച്ഛന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. വയനാട് റാഗിങ്ങിൽ 5 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് സ്കൂൾ അധികൃതർ. ആശുപത്രിക്കെതിരെ കുട്ടിയുടെ അമ്മ. വിശദമായി കടക്കുകയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുക്കാൻ പ്രവർത്തക സമിതി യോഗം പ്രമേയം പാസാക്കി. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നും റായ് ബറേലിയിൽ MP ആയി തുടരുമെന്നും വിവരമുണ്ട്. Rahul ji is the best person to lead this campaign inside the parliament. This is what the CWC's view. Therefore, I think entire CWC feel that in the current scenario of Indian politics, for a better and strong, vigilant opposition, those who want to protect Constitution also, should be safe under the leadership of Rahul Gandhi ji as a leader of opposition. This is what the CWC resolution. അതേസമയം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി രാജ്യതലസ്ഥാനം. നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കിയിരിക്കുകയാണ് BJP. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായോ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നേക്കും. MG മിഥുൻ നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, 2 കാര്യങ്ങളുണ്ട്. പ്രധാനമായും ആദ്യം ഇപ്പോൾ നോക്കുമ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾ പുറത്തു വരുന്നതനുസരിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം അത് കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകും എന്നുള്ള സൂചനകളാണ്, ഉറപ്പിക്കാവുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഒപ്പം
BJPയുടെ സർക്കാർ രൂപീകരണം NDA സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോൾ നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പലവിധ ആവശ്യങ്ങൾ ചെറുകക്ഷികൾ അടക്കം ക്യാബിനറ്റ് പദവി അടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഈ സ്പീക്കർ സ്ഥാനം ആവശ്യം അതിൽ നിന്ന് TDP പിന്നോട്ട് പോകുന്നു എന്നുകൂടി അറിയുന്നു. എന്തായാലും ഇതിലൊരു വ്യക്തമായ ചിത്രം ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ ഉച്ചയ്ക്ക് മുമ്പായോ കൂടിയോ തെളിയും എന്നുള്ളതിൽ ഉറപ്പല്ലേ? ആര്യ, തീർച്ചയായും നിലവിലിപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പാർലമെന്റിൽ സോണിയാഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പാർലമെന്റിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പാർലമെന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു യോഗത്തിൽ ലോക്സഭാ കക്ഷി നേതാവിനെയും ഒപ്പം തന്നെ ചീഫ് വിപ്പ് അടക്കവും ഒപ്പം തന്നെ ഡെപ്യൂട്ടി ലീഡറെ അടക്കം തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് അവരുടെ ഡെപ്യൂട്ടി ലീഡറെയും ഒപ്പം തന്നെ ലോക്സഭാ കക്ഷി നേതാവിനെയും കൂടാതെ ചീഫ് വിപ്പിനെയൊക്കെ തെരഞ്ഞെടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. അവരുടെ യോഗം അല്പസമയത്തിന് മുമ്പാണ് അവസാനിക്കുകയും ചെയ്തത്. അതേസമയം നേരത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം പൂർത്തിയാവുകയും പ്രമേയം പാസ്സാവുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തന്നെ തുടരാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ നിയമിക്കുന്നതിന് വേണ്ടി ഏകകണ്ഠേനമായി പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണയും നമുക്കറിയാം 2019 സമാനമായ രീതിയിൽ രാഹുൽ നയിക്കട്ടെ എന്നുള്ള ഒരു ഏകകണ്ഠേയമായ ഒരു തീരുമാനമുണ്ടായി എങ്കിൽ പോലും തന്നെ പിന്നീട് അതിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറുന്നത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യം അതല്ല. വലിയ മുന്നേറ്റം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കോൺഗ്രസിനായിട്ടുണ്ട്, ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം എത്തിയിരിക്കുന്നു. അത് ഇനി രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനമാണ് അറിയേണ്ടതായിട്ടുള്ളത്. രാഹുൽ ഇത് ഏറ്റെടുക്കുമോ, രാഹുൽ തന്നെ നയിക്കുമോ പ്രതിപക്ഷ പാർട്ടികളെ എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും യോഗം അല്പസമയത്തിന് മുമ്പാണ് പൂർത്തീകരിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട തലത്തിലേക്ക് ചീഫ് വിപ്പിനെ അടക്കം തെരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം തന്നെ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായക യോഗങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് തിരക്കിട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. JP നദ്ദയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഘടകകക്ഷിയുമായി ഈ ഒരു സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും TDPയും ഒപ്പം തന്നെ JDയും അടക്കമുള്ള പാർട്ടികളെ അനുനയിപ്പിക്കുക, ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ TDP സ്പീക്കർ സ്ഥാനത്തിൽ നിന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് നൽകാൻ നേതൃത്വം തയ്യാറാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ 6 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 2 ക്യാബിനറ്റ് പദവിയും 4 സഹമന്ത്രിമാർ ഉൾപ്പെടെ 6 പേരെ മന്ത്രിയാക്കണം. അതായത് TDPയിൽ നിന്ന് മാത്രമല്ല ജനസേന ഉൾപ്പെടെ TDP ജനസേന സഖ്യത്തിൽ നിന്ന് 6 പേർക്ക് ഈ ഒരു മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഏകദേശം ധാരണയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം JDUവിൽ നിന്ന് 3 പേർ 1 മുതൽ 1 ക്യാബിനറ്റ് പദവിയുള്ള ഒരു കേന്ദ്രമന്ത്രി, ഒപ്പം തന്നെ 2 സഹമന്ത്രിമാർ എന്നിവ നൽകണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അതടക്കം നൽകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ രാത്രി 7:30 കൂടിയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഒരു വർണ്ണാഭമായ ചടങ്ങാക്കി മാറ്റാൻ തന്നെയാണ് മോദി സർക്കാരിൻ്റെ 3ാം മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നരേന്ദ്രമോദിയോടൊപ്പം ആരൊക്കെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു പട്ടിക പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനം അറിയുകയും ചെയ്യും. നാളെ എത്ര പേർ കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, കേന്ദ്രമന്ത്രി സഭയിൽ ആദ്യഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇന്നൊരു തീരുമാനമാവുകയും ചെയ്യും. അക്കാര്യങ്ങളൊക്കെ പട്ടിക പുറത്തു വരുന്നതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ NDA കേന്ദ്രങ്ങളിൽ നടക്കുന്നു. അതേസമയം പാർലമെന്റിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും പുരോഗമിക്കുകയാണ്. ആര്യ, മിഥുൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരൊക്കെയാകും പ്രധാനപ്പെട്ട പദവികളിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം. അതിൽ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പദവി എന്താകും എന്നുള്ളതിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നു. ഇതിനോടകം തന്നെ ഈ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകളിൽ പട്ടികകളിൽ ആരൊക്കെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തും, മന്ത്രിപദവി അലങ്കരിക്കും എന്നുള്ളതിൽ ഒരു സൂചനയുണ്ടോ? ഇപ്പോൾ JDUവിൽ നിന്ന് ആരൊക്കെയാകാം പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുക, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളിലേക്ക് എത്തുക, TDPയിൽ നിന്ന് ആരൊക്കെ, അങ്ങനെയുള്ള ചർച്ചകൾ
പുരോഗമിക്കുമ്പോൾ എന്ത് സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്? ആർക്കൊക്കെയാകാം മുൻതൂക്കം? ആദ്യഘട്ടത്തിൽ എന്തായാലും സ്വാഭാവികമായും നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പ്രധാനമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അമിത്ഷാ, ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നേരത്തെ തന്നെ നമുക്കറിയാം ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ ധനകാര്യം, പ്രതിരോധം, റെയിൽവേ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ വിട്ടു നൽകാനാവില്ല എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ BJP നേതൃത്വം മറ്റ് ഘടകകക്ഷികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു സാഹചര്യത്തിൽ ഈ വകുപ്പുകളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട BJP നേതാക്കളെത്തും. അവർ നാളെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള ഒരു സൂചന ഈ ഒരു ഘട്ടത്തിൽ വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ JDUവിൽ നിന്ന് സഞ്ജയ് കുമാർ ജാ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പ് ക്യാബിനറ്റ് പദവി അടക്കം സഞ്ജയ് കുമാർ ജായ്ക്ക് നൽകണമെന്നുള്ളൊരു നിർദ്ദേശം നിതീഷ് കുമാർ നൽകിയിരുന്നു. കാരണം അദ്ദേഹം നേരത്തെ ഈ ഡൽഹിയിലെത്തി അതായത് നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും JP നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം സഞ്ജയ് കുമാർ ജാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെയായിരിക്കാം പ്രധാനമായും JDUവിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവായി പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തിരുന്ന് വരികയും ചെയ്യുന്നു. അതേസമയം TDPയിൽ ആർക്കൊക്കെ ഈ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും TDPയിൽ അത് ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചന്ദ്രബാബു നായിഡു ഇന്ന് അവരുടെ ജയിച്ചു വന്നിട്ടുള്ള MP-മാരുടെ യോഗം ഉച്ചയോടെ ചേർന്നിരുന്നു. അതിൽ ആർക്കൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ നൽകണം, ഒപ്പം തന്നെ ജനസേനയുമായി ഒരു കൂടിയാലോചന നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 6 മന്ത്രിപദങ്ങൾ നൽകുന്നതിൽ അതിൽ ജനസേന ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മന്ത്രിപദങ്ങൾ നൽകണമെന്നുള്ള ആവശ്യമാണ് TDP മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് നാളെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ പട്ടിക രൂപീകരണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി ഒരു ആരൊക്കെ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും, ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 25 മണിക്കൂർ കൂടിയേ ഇനി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ സമയം ബാക്കിയുള്ളൂ. എന്തായാലും അന്തിമ പട്ടിക, മന്ത്രിസഭയിൽ ആരൊക്കെ, പ്രധാന പദവികൾ ആരൊക്കെ വഹിക്കും എന്നുള്ളതിലൊരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്നെ സഭയിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് കൂടി, സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു. നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം ന്യൂസ് 18. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഗീവർഗീസ് കൂറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഇടത് കേന്ദ്രങ്ങളിൽ തന്നെ പ്രതിഷേധം ഉയരുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റായിപ്പോയെന്നും വിമർശനം ഉന്നയിക്കുന്നവരെ ശത്രുക്കളായി കാണരുതെന്നും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആവശ്യമുയരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇടത് നിലപാട് സ്വീകരിക്കാറുള്ളവർ തന്നെ ഇത് പരസ്യമായി ഉന്നയിക്കുകയാണ്. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഗ്രിഗോറിയോസ് കൂറിലോസ് പങ്കെടുത്ത വേദിയിൽ തന്നെ ഈ നിലപാട് പരസ്യമാക്കി. അതേസമയം പ്രതിപക്ഷവും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ എല്ലാ വിഷയത്തിനും 0 കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ 0 എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാകും നമുക്കൊന്ന് ഊഹിക്കാം. മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ, എന്നിട്ട് അതിന്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിന് അപാര തൊലിക്കെട്ടി വേണം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു.
മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കോൾമേർ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ. അദ്ദേഹം ഇപ്പോൾ മലയാള നിഘണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നികൃഷ്ടജീവി, പരനാറി, അതുപോലെ ഇപ്പോൾ വിവരദോഷി. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരം താണതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് പ്രതികരണത്തിനില്ലെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ്. വ്യക്തിപരമായ പരാമർശത്തോട് എവിടെയും പ്രതികരിച്ചിട്ടില്ല. പറയാനുള്ളത് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ തന്നെയുണ്ട്. എന്നും ഇടതുപക്ഷത്തായിരിക്കും. അതിൽ മാറ്റമില്ലെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരുപാട് വിഷയങ്ങൾ ആ പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഞാനൊരു ചർച്ചയ്ക്കില്ല, ഒരു പ്രതികരണത്തിനും ഇല്ല. ദയവായിട്ട് എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഒരു പ്രതികരണത്തിനും ഇല്ല. ഒരു പ്രതികരണത്തിനും ഞാനില്ല. ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം. സ്നേഹിക്കുന്ന ആൾക്കാരെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. വിവരദോഷിന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ വരെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അത് ഞാൻ കാണാറുണ്ട്. അവരോടൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. താങ്ക് യു. പ്ലീസ് ഇനി ഒരു ചോദ്യം ചോദിക്കരുത്. ഞാൻ ഈ ഒരു പരിപാടിക്ക് വന്നതാണ്. ഈ വിഷയത്തിൽ എന്നെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറൊരു പ്രതികരണം ഇല്ല എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. പ്രതിപക്ഷ മനസ്സംഘടന ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശത്തോട് പ്രതികരിക്കാനില്ലെന്ന് ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും പറഞ്ഞു. രാജ്യസഭയാണ് സംസാരിക്കുന്നത്. രാജ്യസഭ എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തണമെന്ന നിലപാടിലാണ്. പിന്നെ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവർ പറയുന്ന വാക്കുകൾ സൂക്ഷ്മത ആ പറച്ചിൽ വേണമായിരുന്നു. കാരണം ഒരു സഭയിൽ ഉള്ള ഒരു ആരായാലും, ഒരു വ്യക്തിയോടായാലും, ഒരു പള്ളിയിലെ അച്ഛനോടായാലും, ഒരു മുഖ്യമന്ത്രിനെ പറയുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് പറയുന്നതായിരുന്നു നല്ലത്. കാരണം ഇവിടെയെല്ലാം പ്രത്യേകിച്ചും പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുടെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ അത് പിണറായി സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. തഴിയുടെ ഭാഷയിലോ മറ്റ് സാഹിത്യ ഭാഷയിലോ ഒന്നും പറയാൻ പിണറായിക്ക് അറിയില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട്, ഒരു ചെത്തുകാരൻ്റെ മകനായിട്ട് വളർന്ന് വന്ന് വലിയ രാഷ്ട്രീയ നേതാവ് ആയപ്പോൾ പോലും സാധാരണക്കാരൻ്റെ ഭാഷയും ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇടഞ്ഞു നിന്ന കെ മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കളമൊരുങ്ങുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മൗനം വെടിഞ്ഞ് കെ മുരളീധരൻ രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്നും പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. 20ൽ 18 സീറ്റ് കിട്ടുകയും 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറയും? ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടി. താങ്കൾക്ക് വെച്ച് തന്നാൽ താങ്കൾ സ്വീകരിക്കുമോ? KPCC അധ്യക്ഷ സ്ഥാനം തന്നാൽ സ്വീകരിക്കുമോ? അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് ലോക്സഭാ സീറ്റാണ് മറ്റു ലീഗ് ഉൾപ്പെടെ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് കേരളത്തിലെ പരിഗണിക്കണം. ഞാൻ പറയാം, ഒരു എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. എന്നാൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് പോകേണ്ടിയിരുന്നില്ലെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ താൻ പഠിച്ച പാഠമെന്നും സതീഷിനെ ലക്ഷ്യമിട്ട് കെ മുരളീധരന്റെ ഒളിയമ്പ്. അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുമോ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണം.
വയനാട്ടിൽ മത്സരിക്കാനില്ലെന്നും രാജ്യസഭയിലേക്കില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയതോടെ അനുനയ ഫോർമുല എന്താണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇനി പൊതുരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച മൗനം തുടർന്ന കെ മുരളീധരനാണ് KPCC അധ്യക്ഷനുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ന് പരസ്യ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ താൻ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമാകുമെന്നുകൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലീഡറുടെ മകൻ സജീവമായി കടന്നു വരികയാണെന്ന കൃത്യമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ടതില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി അങ്ങനെ തന്നെ തുടരട്ടെ എന്നും പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന കോൺഗ്രസിൽ പുതിയൊരു ചേരിക്ക് കൂടി രൂപം വന്നിരിക്കുന്നുവെന്ന കൃത്യമായ സൂചനകളും പുറത്തുവരുന്നു. അങ്ങനെയാണെങ്കിൽ KPCC അധ്യക്ഷന് പിന്തുണയുമായി കെ മുരളീധരൻ കൂടി രംഗത്തെത്തുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രമേശ് ചെന്നിത്തലയും ഈ ചേരിയോട് അനുകൂലമായി തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മറുചേരി കൂടുതൽ സജീവമാകുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് മറുചേരി ഇത്തരത്തിൽ സജീവമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചേരിയുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. KPCC അധ്യക്ഷരെ മാറ്റണമെന്ന ആവശ്യവുമായി കടുത്ത നിലപാടിലേക്കെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് മുമ്പിൽ വലിയ ശ്രമകരമായ ദൗത്യമായി മാറും. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വട്ടിയൂർക്കാവിലൂടെയാണോ അദ്ദേഹം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ വരാനിരിക്കുന്നത് എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായി തുടങ്ങിയിരിക്കുകയുമാണ്. തൃശൂർ DCCയിലെ കൂട്ടയടിക്ക് പിന്നാലെ നേതാക്കൾക്കെതിരെ ഇന്നും പോസ്റ്റർ. MP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ പതിച്ചത്. തുടർച്ചയായ 4ാം ദിവസമാണ് തൃശൂരിലെ തോൽവിയിൽ പോസ്റ്റർ പതിപ്പിക്കുന്നത്. MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിന് ഒറ്റിക്കൊടുക്കൂ എന്നീ വാചകങ്ങളാണ് പോസ്റ്ററിൽ ഉള്ളത്. അതേസമയം തൃശൂരിലെ പ്രതിഷേധത്തിൽ അന്വേഷണ കമ്മീഷൻ വേണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും തർക്കമുണ്ടാകും. പല കമ്മീഷൻ റിപ്പോർട്ടുകളും താൻ കണ്ടിട്ടുണ്ടെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രത്യേക വാർത്തകളിലേക്ക്. രാജ്യസഭാ സീറ്റ് നിർണയത്തിൽ കുഴഞ്ഞ് LDF. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI കേരള കോൺഗ്രസ് നേതൃത്വങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരു പാർട്ടികളും. എന്നാൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് CPM നേതൃത്വം CPIയോട് ആവശ്യപ്പെട്ടു. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചകൾക്ക് വേണ്ടിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയത്. CPIയുമായിട്ടായിരുന്നു ആദ്യഘട്ട കൂടിക്കാഴ്ച. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അദ്ദേഹം അസംയുക്തമായി രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക CPM നേതൃത്വം CPIയെ അറിയിച്ചു. അതായത് രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണി വിട്ടുപോകുന്ന തരത്തിലേക്കുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കേരള കോൺഗ്രസ് എം കടന്നേക്കുമെന്ന ആശങ്കയാണ് അറിയിച്ചത്. പക്ഷേ അത് തങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ഞങ്ങൾ CPIയും CPMും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം ഇപ്പം കഴിഞ്ഞു. അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും. സീറ്റ് CPIക്ക് തന്നെ കിട്ടുമോ? CPIക്ക് കിട്ടിയേ തീരൂ. വിട്ടുവെച്ചില്ലല്ലോ. ചില കാര്യങ്ങൾ വിട്ടുവെച്ച് പറ്റില്ല. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. അവരും ക്യാബിനറ്റ് പദവി എന്ന CPM മുമ്പോട്ട് വെച്ച മറ്റ് ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്ന സാഹചര്യമല്ല ഉണ്ടായത്. രാജ്യസഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് തന്നെ വേണം, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം മുന്നണി വിട്ടേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നും UDFൽ നിന്ന് തങ്ങളെ പുറത്താക്കിയതാണ് എന്നും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് അന്നു മുതൽ തന്നെ അറിയാവുന്ന കാര്യമാണെന്നും
പിന്നീട് രാഷ്ട്രീയമായി അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും കോട്ടയത്തെ തോൽവിയുടെ പേരിൽ മുന്നണി മാറുന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ? കേരള കോൺഗ്രസിനെ UDF നിന്ന് പുറത്താക്കി അല്ലേ? അതാണല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞ് കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നത്. ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു. ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നിന് മാറ്റുക എന്നുള്ളതാണ്. എന്തായാലും ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 എണ്ണത്തിലായിരിക്കും LDF വിജയിക്കാനാവുക. അതിൽ ഒരേ നിലപാടിൽ ഉറച്ച് CPIയും CPMും തങ്ങൾക്ക് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ LDF പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകും. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്യാബിനറ്റ് പദവിയും രാജ്യസഭാ സീറ്റും എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് RJDയും ശക്തമായ സമ്മർദ്ദവുമായി LDFന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് LDFന് മുമ്പിൽ വലിയൊരു സമ്മർദ്ദമായി തന്നെ മാറിയിരിക്കുകയാണ്. എന്തായാലും തിങ്കളാഴ്ച രാജ്യസഭാ സീറ്റ് ആർക്ക് കൈമാറണമെന്ന കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാകും. CPI മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPIയെ മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് കൈമാറുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായാൽ അത് അക്ഷരാർത്ഥത്തിൽ LDFനുള്ളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണം. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ആലപ്പുഴയിലെ തോൽവി സംബന്ധിച്ച് CPMൽ വിവാദം പുകയുകയാണ്. പരമ്പരാഗത വോട്ടുകളിലുണ്ടായ വൻ ചോർച്ചയാണ് CPMനെ കുഴയ്ക്കുന്നത്. BJPയിലേക്ക് ചോർന്ന വോട്ടുകൾ തിരികെ കൊണ്ടുവരിക ബുദ്ധിമുട്ടാണെന്നാണ് CPM സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തുന്നത്. ഈഴവ വോട്ടുകളിലെ ചോർച്ച പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാവുകയാണ്. മുന്നോക്ക വിഭാഗങ്ങൾക്കും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും നൽകിയ അമിത പരിഗണനയാണ് ഇത്തരം സാഹചര്യം ഉണ്ടാക്കിയതെന്ന് SNDP അടക്കമുള്ള സംഘടനകളും ആരോപിക്കുന്നു. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം പാളിച്ച സംഭവിച്ചുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. AM ആരിഫിന് വിജയസാധ്യതയില്ലെന്ന് CPM നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. സത്യപ്പെട്ട ആരിൽ നിന്ന് നിൽക്കുന്ന ന്യൂനപക്ഷത്തിനുപരി ഒരു ജന പിന്തുണയുള്ളവൻ വേണ്ട. അതോടൊപ്പം തന്നെ പാർട്ടി അടിത്തട്ടിൽ പ്രവർത്തിച്ച് വരുന്ന ഒരാൾ വേണ്ടേ? ഇതങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മുകളിൽ നിന്ന് കെട്ടിയിറക്കി ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള പിൻബലവും അതിന്റെ പരിഗണനയല്ല കിട്ടുന്നത്. കാരണം മുസ്ലിം ഒരു പരിഗണന കൊടുത്തുകൊണ്ട് MP ആകണം. അങ്ങനെ ഇവിടെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കണം. ഒരാളുടെ കൊടുത്താൽ പോലെ ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇവിടെ പരിഗണന കിട്ടും. മലപ്പുറത്ത് കിട്ടുമോ? കോട്ടയത്ത് കിട്ടുമോ? അപ്പൊ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാർക്കൊക്കെ പരിഗണന നൽകേണ്ട ആലപ്പുഴയ്ക്ക് പോലും ആരിഫിനെ കുടുംബമായിട്ടുള്ളവരെ നിർത്തിയതിനെ തെറ്റായിപ്പോയി. ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പിന് ശേഷം CPMനുള്ളിൽ വിവാദം ഉയരുകയാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാളിച്ച CPM നേതൃത്വത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ആരിഫ് മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിക്കാനാണ് പാർട്ടി നേതൃത്വം, അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് സാധാരണ പ്രവർത്തകരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. മാത്രമല്ല, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളെ പരിഗണിക്കാൻ നേതൃത്വം തയ്യാറായില്ല. മറിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പിനോട് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആരിഫ് പരാജയപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും MP ഗോവിന്ദൻ അടക്കമുള്ള CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് ഔദ്യോഗികമായി CPMന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക പ്രവർത്തകർക്ക് വലിയ അതൃപ്തി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വോട്ട് ഇടതുപക്ഷത്തിനുള്ള ഒരു സ്ഥലത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്. അതിൽ പ്രധാനമായും ഈഴവ സമുദായത്തിലെയും മറ്റ് ദളിത് വിഭാഗം അടക്കമുള്ള
പിന്നോക്ക വിഭാഗങ്ങളിലെയും വോട്ടുകൾ വലിയ തോതിൽ BJPയുടെ പെട്ടിയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു കായംകുളത്തടക്കമുള്ള മാറ്റം, ഹരിപ്പാടടക്കമുള്ള മാറ്റം. ഹരിപ്പാടൊക്കെ കാർത്തികപ്പള്ളിയും കരുവാറ്റയും അടക്കമുള്ള ഈഴവ മെജോറിറ്റിയുള്ള ഇടങ്ങളിലെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവിടെ BJP 1ാം സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്തു എന്നുള്ളതാണ്. അമ്പലപ്പുഴ പഞ്ചായത്ത്, അമ്പലപ്പുഴയൊക്കെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി നിന്നിരുന്ന സ്ഥലത്തൊക്കെ തന്നെയും BJP മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. 1 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് CPM-ന് നഷ്ടമായത്. അതിൽ തന്നെ അടിയുറച്ച ഈഴവ വോട്ടുകൾ വലിയ തോതിൽ ഒഴുകി നീങ്ങി എന്നുള്ളതാണ്. ഇത് തിരികെ വരാൻ വലിയ പ്രയാസമായിരിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്നൊരു പ്രാദേശിക നേതൃത്വം അറിയിച്ച അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ച പേരുകൾ വെട്ടിയാണ് മുകളിൽ നിന്നും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം വന്നത്. അതിൽ പല ഘടകങ്ങളും കാരണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. NDAക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമെന്ന വെള്ളാപ്പള്ളി നടേശൻ. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. കോൺഗ്രസിന് അഭിമാനിക്കാമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തൃശൂരിൽ ജയിച്ച സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം എന്തെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2 വലിയ മന്നന്മാരാണ് അടിച്ചു താഴ്ന്നിട്ട് കളഞ്ഞത്. അത് ചെറിയ ഭൂരിപക്ഷത്തിലല്ല, വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി BJPയുടെ ആദ്യമായിട്ടൊരു MP ഇവിടുന്ന് വാസായി എന്ന് പറയുമ്പോൾ BJPയുടെ കേരളത്തിലെ വളർച്ച മാത്രമല്ല, കേരള ഒട്ടുക്ക് അവർക്ക് നല്ല പെർസെൻറ്റേജ് വോട്ട് കിട്ടി. നവോത്ഥാന സംരക്ഷണ സമിതിയിൽ പൊട്ടിത്തെറി. സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സ്ഥാനം രാജിവെച്ചു. മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്ന കേരള നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് നടപടി. ഇടതുപക്ഷ സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നും അതുകൊണ്ടാണ് ഈഴവ സമുദായം ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അതിനാൽ അദ്ദേഹം പ്രസ്തുത പ്രസ്താവന പിൻവലിക്കണമെന്നും ഹുസൈൻ മടവൂർ ആവശ്യപ്പെട്ടു. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന അസത്യമാണ്, അപക്വവുമാണ്. എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിധം അദ്ദേഹം സംസാരിക്കാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സമീപനത്തിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. അതിൽ പ്രതിഷേധിച്ച് ഈ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെച്ചതായി അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവും മാധ്യമ അധികായനുമായ രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ന് പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റി സ്ഥാപകനാണ്. ഈനാട് ദിനപത്രം, ETV ചാനൽ, ഉഷാ കിരൺ മൂവീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. പത്രപ്രവർത്തനം, സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് 2016 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. 4 ഫിലിം ഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, TDP നേതാവ് ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ അനുശോചിച്ചു. ഇനി ലോക വാർത്തകൾ നോക്കാം. കൃഷ്ണേന്ദു നായർ ചേരും. നമസ്കാരം. ലോകവാർത്തയിലേക്ക് സ്വാഗതം. റഫേൽ കര-വ്യോമ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ സൈന്യം. ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന മേഖലകളിൽ നിയന്ത്രണം ഏറ്റെടുത്ത ടാങ്കുകൾ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും മധ്യ റഫേലും നിരവധി ആക്രമണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. മധ്യ ഗസയിലെ അൽ ബുറൈജ് ക്യാമ്പിലും മറ്റു 2 ക്യാമ്പുകളിലും സമീപത്തെ നഗരത്തിലും കനത്ത ബോംബാക്രമണം നടത്തിയിരുന്നു. അതേസമയം ഹമാസിന്റെയും ഇസ്ലാമിക ജിഹാദിന്റെയും മറ്റു ചെറിയ ഗ്രൂപ്പുകളുടെയും സായുധ വിഭാഗങ്ങൾ മധ്യ തെക്കൻ ഗസയിലെ നിരവധി പ്രദേശങ്ങളിൽ ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണം നടത്തി. ഇന്നലെയുണ്ടായ ആക്രമണങ്ങളിൽ 77 പേർ കൊല്ലപ്പെട്ടു, 221 പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 7 മുതൽ ഗസയിൽ 15,500-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കുട്ടികൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആഗോള കുറ്റവാളികളുടെ കരിമ്പട്ടികയിൽ
ഇസ്രായേൽ സൈന്യത്തെ ഉൾപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഒപ്പം ഹമാസിനെയും ലിസ്റ്റ് ഓഫ് ഷെയിമിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. തീരുമാനം ലജ്ജാകരമാണ് എന്നാണ് ഇസ്രായേലിന്റെ UN പ്രതിനിധി ഗിലാഡ് എർദാൻ വിശേഷിപ്പിച്ചത്. ഗുട്ടറസിന്റെ വാർഷിക റിപ്പോർട്ടിൽ കുട്ടികളെ കൊല്ലുക, അംഗഭംഗം വരുത്തുക, ലൈംഗിക ദുർപയോഗം, തട്ടിക്കൊണ്ടുപോകൽ, സഹായം നിഷേധിക്കുക, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണം എന്നിവ ഉൾപ്പെട്ടതായാണ് വിവരം. കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളവരും അല്ലാത്തവരും എന്ന തരത്തിലാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ. ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യ കോളനികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ് പേടകത്തിന്റെ 4ാം പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് സ്പേസ് എക്സ് വ്യക്തമാക്കി. ഭ്രമണപഥത്തിലേക്കും തിരിച്ചും സമുദ്രത്തിലേക്കും സുരക്ഷിതമായി എത്തിച്ചേർന്ന പേടകത്തിന് ഭൂമിയിൽ പതിക്കുന്നതിന് തൊട്ടുമുൻപായി കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ പരീക്ഷണം വിജയിച്ചുവെന്ന് സ്പേസ് എക്സ് അറിയിച്ചു. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 6:20 ടെക്സസിലെ ബോഗട്ടയിലെ സ്റ്റാർ ബേസിൽ നിന്നായിരുന്നു റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് എന്നതും ശ്രദ്ധേയമാണ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിവിധ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന 10 പേർ ഉൾപ്പെടെ 18 യമൻ സന്നദ്ധ പ്രവർത്തകരെ തടവിലാക്കിയെന്ന് റിപ്പോർട്ട്. ഹൂതികൾക്ക് വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സമ്മർദ്ദവും US നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വ്യോമാക്രമണവും നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവം. ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തോടുള്ള പ്രതികരണം എന്നോണം ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തുന്നത് പതിവാണ്. സംഭവത്തെക്കുറിച്ച് ഹൂതികളിൽ നിന്നോ ഐക്യരാഷ്ട്രസഭയിൽ നിന്നോ പ്രതികരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗാസയിൽ സഹായങ്ങൾ എത്തിക്കാൻ US താൽക്കാലികമായി നിർമ്മിച്ച പിയർ അറ്റകുറ്റപ്പണികൾക്കു ശേഷം വീണ്ടും ബന്ധിപ്പിച്ചു. ഒപ്പം ഭക്ഷണവും മറ്റ് സഹായങ്ങളും ഉടൻ എത്തിക്കുമെന്ന് UN സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ വളരുകയാണെന്ന് പുടിൻ. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളുമായി രാജ്യം സാമ്പത്തിക ബന്ധം വിപുലീകരിച്ചുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ബൊളീവിയയിലെയും സിംബാബ്വേയിലെയും നേതാക്കളെയും സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിൽ ബിസിനസ് നേതാക്കളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനു, മക്കളായ ജവാന, ജ്വസ്വിൻ എന്നിവരാണ് മരിച്ചത്. 2ാം നിലയിലെ കിടപ്പുമുറിയിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്നാണ് നിഗമനം. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ റൂമിൽ നിറച്ച് ഫയറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ആദ്യം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്തേക്കൂടെ കയറി നോക്കിയപ്പോൾ കോണിയുടെ ലാൻഡിങ് ഏരിയയിലും ഹോളിലും റൂമിലൊക്കെ ഫയറായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ കെടുത്തിയിട്ടാണ് റൂമിലേക്ക് കിടന്നത്. റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു. നല്ല ഫയർ, സ്പ്രിങ്ങിൻ്റെ മാട്രസ് ആയിരുന്നു, നല്ല തിക്നെസ് ഉള്ളത്. അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെടുത്തി കഴിഞ്ഞപ്പോഴാണ് ബോഡി ഉള്ളത്. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. അങ്കമാലി പറക്കുളത്തടുത്തുള്ള ബിനീഷിന്റെ വീട്ടിലാണ് ഇത്രയും 4 പേരെ രാവിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 മണിയോടുകൂടി പത്രക്കാരൻ ഏലിയാസ് അദ്ദേഹം പത്രമിട്ട് ഈ പോകുന്ന വഴിയിലാണ് ഈ വീട് കാണുകയും ഈ വീട്ടിലേക്ക് തീ പടരുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ സമീപത്ത് അവരുടെ അമ്മ, ബിനീഷിന്റെ അമ്മ നിലവിളിക്കുന്നതും ഇയാൾ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ വന്നു. ആ സമയത്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിൽ ആളി പടരുന്ന രീതിയിലായിരുന്നു തീ കണ്ടെത്തിയത്. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ഫയർഫോഴ്സ് ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് ഇവിടുന്ന് ആള് പോയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വീട്ടിലേക്ക് എത്തിയത്. 6 മണിയോട് അടുപ്പിച്ച് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ തീ നാട്ടുകാരെല്ലാവരും കൂടി തീ പൂർണ്ണമായും അണച്ചിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി തീയും പുകയും ബാക്കിയും അണച്ച ശേഷം വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ കതക് കുറ്റിയിട്ട നിലയിലായിരുന്നു. പിന്നീട് ഇവർ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ്
മുറിക്കുള്ളിൽ ബെഡ്റൂമിൽ പലയിടങ്ങളിലായി ബിനീഷിനെയും ഭാര്യയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. ആ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ നാടാകെ എത്തിയിരിക്കുന്നത്. വളരെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് വളരെ സൗഹൃദപരമായി സ്നേഹത്തോടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ബിനീഷും ഭാര്യയും മക്കളുമൊക്കെ. ബിനീഷിന്റെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു. 2 നില വീടാണ്. അപ്പോൾ വീടിന്റെ താഴെ നിലയിലാണ് അമ്മ താമസിക്കുന്നത്. മുകളിൽ തന്നെയാണ് ബിനീഷും ഭാര്യയും മക്കളും. മുകളിലത്തെ മുറിയിലായിരുന്നു ഇവർ 4 പേരും കിടന്നുറങ്ങിയത്. ബിനീഷ് ജാതിക്ക വ്യാപാരിയാണ്. ഇവിടെ അടുത്ത് തന്നെ അങ്കമാലിയിൽ തന്നെ ബിസിനസ് നടത്തുന്ന വ്യക്തി കൂടിയാണ്. ഭാര്യ അനു MA GJ ഹോസ്പിറ്റൽ മൂക്കന്നൂരിലുള്ള ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ടീച്ചറാണ്. 2 മക്കൾ. മൂത്തത് പെൺകുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൺകുട്ടി ഇപ്പോൾ LKGയിലേക്ക് പ്രവേശനം നേടിയതേ ഉള്ളൂ. അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടി ജീവിച്ച ഒരു കുടുംബമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു സംശയം, അതായത് തുടക്കത്തിൽ ഈ കുടുംബം ഒരു സംശയം, നാട്ടുകാരൊരു സംശയം ഉണ്ടായിരുന്നത് ഈ ജാതിക്ക ഫാക്ടറി ഇതിനടുത്ത് തന്നെയുണ്ട്, അതിന്റെ അവിടെ നിന്നുണ്ടായ തീപിടുത്തമാണോ എന്നുള്ളൊരു സംശയം തുടക്കത്തിൽ കുടുംബം ഈ നാട്ടുകാരും കുടുംബവും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിന് കാരണം ഒരു 3 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഈ ഫാക്ടറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംശയത്തിലേക്ക് ഇവിടെ എത്തിയത്. പക്ഷേ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ മരണകാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ഇവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ച് വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലം MLA റോജി M ജോണും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റൂറൽ SP വൈഭവ് സക്സേന അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് പിരിഞ്ഞത്. എന്തായാലും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകുക. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വടകര പാലയാട് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ബോംബേർ. വിഷ്ണു മുതുവീട്ടിലിന്റെ വീടിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ബോംബേർ ഉണ്ടായത്. വീടിന്റെ ചുമരിനും വാതിലിനും മുകൾ വശത്തെ ഷീറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണ സമയത്ത് വിഷ്ണു വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യയും കുട്ടിയും വീടിനകത്തുണ്ടായിരുന്ന സമയത്താണ് ഈ ആക്രമണം സംഭവിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായതോടെ ഭീഷണിയുണ്ടായിരുന്നതായി വിഷ്ണു പറഞ്ഞു. പാലാരിവട്ടത്ത് വഴിയാത്രക്കാരിയുടെ കാൽ ഓടയ്ക്കുള്ളിൽ കുടുങ്ങി. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമായത്. തകർന്നു കിടക്കുന്ന സ്ലാബുകൾ തിങ്കളാഴ്ചയോടെ നന്നാക്കുമെന്ന് കൌൺസിലർ ജോജി കുരീക്കോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5470 രൂപ, പവന് 43,760 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.